വെൽക്കം ടു ദ ബയോളജി ബ്രീഫ് ചാനൽ. നമ്മളിന്ന് +2 ബയോളജിയിലെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ്. മോളിക്കുലാർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, ലെങ്തി ചാപ്റ്ററാണ്. +2 പരീക്ഷയ്ക്ക് ധാരാളം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് ചോദിക്കും, നീറ്റിന് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സിനെ പറ്റി തുടങ്ങുന്നു. അതിൽ റൈബോ ന്യൂക്ലിക് ആസിഡിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. മുന്നോട്ട് പോകാം. അപ്പോൾ എന്താണ് ന്യൂക്ലിക് ആസിഡ്സ്? നമുക്കറിയാം, യൂക്കാരിയോട്ടിക് സെല്ലുകളുടെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ പ്രോകാരിയോട്ടിക് സെല്ലുകളുടെ ന്യൂക്ലിയർ സെൻറ്റർ, അവിടെ ബയോളജിക്കൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന സെൻറ്ററാണ് അവിടെ കാണുന്നതും. എന്നാൽ നെഗറ്റീവ് ചാർജ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് ഉള്ള ആസിഡുമായതുകൊണ്ടാണ് ന്യൂക്ലിക് ആസിഡുകൾക്ക് ആ പേര് വന്നത്. അപ്പോൾ ഇവിടെ ഒക്കറൻസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിലെ ഒക്കറൻസ് കൊണ്ടും ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കൊണ്ട് അവ അസിഡിക് ആയതുകൊണ്ടുമാണ് അവയെ നമ്മൾ ന്യൂക്ലിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ന്യൂക്ലിക് ആസിഡ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ദേ ആർ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് എന്ന് നമ്മൾ പറയും. ദേ ആർ പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. അപ്പോൾ ഇവിടെ ബിൽഡിംഗ് ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയോടൈഡാണ് ബിൽഡിംഗ് ബ്ലോക്ക്, ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ധാരാളം ന്യൂക്ലിയോടൈഡുകളെ പോളിമറൈസേഷൻ, അപ്പോൾ എൻസൈം ആക്ടിവിറ്റി വഴിയാണ് പോളിമറൈസേഷൻ നടക്കുക. പോളിമറൈസ് എൻസൈം ആയിരിക്കും. പോളിമറൈസേഷൻ വഴി വളരെ നീളത്തിലുള്ള ന്യൂക്ലിക് ആസിഡുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബയോമോളിക്യൂൾസ് ചാപ്റ്റർ തന്നെ പഠിക്കുന്നുണ്ട്. ഒരു സെല്ലിലെ യഥാർത്ഥ ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസും ന്യൂക്ലിക് ആസിഡുമാണ്. പ്രോട്ടീൻസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അവിടെ പഠിച്ചു. അപ്പോൾ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ന്യൂക്ലിക് ആസിഡിനെ പറ്റി കൂടുതൽ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ്, ന്യൂക്ലിയോടൈഡാണ് ഒരു ന്യൂക്ലിക് ആസിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞു. ഇനി ന്യൂക്ലിയോടൈഡിൽ എന്തെല്ലാം ഫാക്ടേഴ്സാണ് കാണുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ന്യൂക്ലിയോടൈഡിൽ 3 ഫാക്ടേഴ്സാണ് ഉള്ളത്. 3 ഫാക്ടേഴ്സ്. ഒന്നൊരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് കാണാം. രണ്ടാമത്തെ ഒരു മോണോസാക്കറൈഡ് കാണാം, മൂന്നാമത്തത് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ് കാണും. അപ്പോൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അവയാണ് നമ്മൾ പൊതുവായിട്ട് നൈട്രോജീനസ് ബേസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നൈട്രോജീനസ് ബേസസ് ആണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ടായിട്ട് ഉദ്ദേശിക്കുന്നത്. മോണോസാക്കറൈഡ്, ന്യൂക്ലിക് ആസിഡ് കാണുന്ന ന്യൂക്ലിയോടൈഡിലുള്ള മോണോസാക്കറൈഡ് എന്തായിരിക്കും? അത് പെൻറ്റോസ് ഷുഗർ ആയിരിക്കും, ഇനി ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വ്യത്യാസമില്ല, H3PO4 എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആയിരിക്കും കാണപ്പെടുക. ഇനി നൈട്രോജീനസ് ബേസ് നമുക്ക് വീണ്ടും 2ആയിട്ട് തരംതിരിക്കാൻ പറ്റും. 2 തരം നൈട്രോജീനസ് ബേസുകളുണ്ട്. ഒന്ന് പ്യൂരിൻ ബേസസും വേറൊന്ന് പിരിമിഡിൻ ബേസസും. പ്യൂരിൻ ബേസ് ഏതൊക്കെയാണ്? പ്യൂരിൻ ബേസ് 2 എണ്ണമാണ്. അഡിനിൻ നമ്മൾ ഷോർട്ട് ഫോമിൽ A എന്ന് എഴുതും. ദെൻ ഗുവാനിൻ, ചുരുക്കി നമ്മൾ G എന്ന് കൊടുക്കും. ഇനി പിരിമിഡിൻ ബേസസ് 3 എണ്ണമാണ് ഉള്ളത്. 3 എണ്ണം. ഒന്ന് തൈമിൻ, നമ്മൾ ക്യാപിറ്റൽ T എന്ന് ഷോർട്ടായിട്ട് എഴുതും. ഇനി യുറാസിൽ, ക്യാപിറ്റൽ U. ദെൻ സൈറ്റോസിൻ, ക്യാപിറ്റൽ C ആയിട്ടാണ് നമ്മൾ പറയുക. ഇനി ന്യൂക്ലിയോടൈഡിൽ ആദ്യത്തെ 2 കോമ്പൗണ്ടുകൾ, അതായത് നൈട്രോജനസ് ബേസിനെയും പെൻറ്റോ ഷുഗറിനെയും കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞ പേരാണ് ന്യൂക്ലിയോസൈഡ് എന്ന് പറയും. ആ ടേം കൂടി ഒന്ന് ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി അടുത്ത പെൻറ്റോ ഷുഗറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പെൻറ്റോ ഷുഗറും 2 തരത്തിലുണ്ട്. ഒന്ന് റൈബോസ്, വേറൊന്ന് ഡിയോക്സി റൈബോസ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന പെൻറ്റോസ് ഷുഗറിൻ്റെ പ്രത്യേകത 5 കാർബൺ ഷുഗർ ആയിരിക്കും, ആണ് പെൻറ്റോസ് എന്ന് പറയുക. റൈബോസും ഡിയോക്സി റൈബോസ് എന്ന് പറയുമ്പോൾ C5H10O5 ആണ്. ഡിയോക്സി റൈബോസ് ആണെങ്കിൽ C5H10O4 ആണ്. അപ്പോൾ ഡിയോക്സി എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജൻ ആറ്റം കുറവാണ്. അപ്പോൾ ഇവിടെ 5 കാണാം, ഇവിടെ 4 ആണ് കാണുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിക് ആസിഡിൽ അടങ്ങിയിരിക്കുന്ന പെൻറ്റോ ഷുഗർ ഏതാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 തരം ന്യൂക്ലിക് ആസിഡുകൾ ഉണ്ടെന്ന് പറയാം. അപ്പോൾ ന്യൂക്ലിക് ആസിഡിലെ പെൻറ്റോ ഷുഗർ റൈബോസ് ആണെങ്കിൽ നമ്മൾ അതിനെയാണ് റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമിൽ RNA എന്ന് പറയുന്നത്. ഇനി ന്യൂക്ലിക് ആസിഡിൽ കാണുന്ന പെൻറ്റോ ഷുഗർ ഡിയോക്സി റൈബോസ് ആണെങ്കിൽ നമ്മൾ ആ ന്യൂക്ലിക് ആസിഡിനെ ഡിയോക്സി റൈബോ
ന്യൂക്ലിക് ആസിഡ് എന്ന് പറയും. അതിൻ്റെ ഷോർട്ട് ഫോമാണ് DNA. നമുക്ക് ആദ്യം RNA കുറിച്ച് ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഷോർട്ട് ഫോമായിട്ട് നമ്മൾ അതിനെ പറയുന്നത് RNA എന്നാണ്. RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. ഈ RNAയുടെ പ്രത്യേകത നമുക്കറിയാം, മേജർ കോൺസ്റ്റൻ്റ് ഓഫ് റൈബോസോമിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ്, പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് RNA നമുക്കറിയാം. ഇനി RNAയുടെ പ്രത്യേകത നമ്മളോട് പറഞ്ഞു. അവിടുത്തെ ഷുഗർ എന്ന് പറഞ്ഞാൽ റൈബോ ഷുഗറാണ്. ഈ റൈബോ ഷുഗറിൻ്റെ ടെക്സ്റ്റിൽ അതേ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ടെക്സ്റ്റിൽ അതേ ചിത്രമാണ്. അപ്പോൾ ഇവിടെ 5 കാർബൺ നമുക്ക് ലേബൽ ചെയ്യാം. ഫസ്റ്റ് കാർബൺ ഇവിടെ വരും, സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, ഫോർത്ത് കാർബൺ. ഇവിടെ പുറത്താണ് 5th കാർബൺ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കാർബണിലാണ് നൈട്രജൻ ബേസ് അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഗ്ലൈക്കോസിഡിക് ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കും. ഇനി സെക്കൻഡ് കാർബണിലാണ് OH ഗ്രൂപ്പ്. ഇവിടെ ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ ഇവിടെ OH ഗ്രൂപ്പ് കാണുകയില്ല, അവിടെ O ആബ്സെൻ്റ് ആയിരിക്കും, H മാത്രമേ കാണുള്ളൂ. അവിടെ H വന്നു കഴിഞ്ഞാൽ ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. ഈ പ്രസൻസ് ഓഫ് 2' OH ഗ്രൂപ്പാണ് RNAയെ ഹൈലി റിയാക്റ്റീവാക്കി മാറ്റുന്നത്. ഇനി തേർഡ് കാർബണിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണാം, 5th കാർബണിലും. അപ്പോൾ ഈ തേർഡ് കാർബണിലും 5th കാർബണിലുമായിരിക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്യപ്പെടുക. അങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി ഈ RNAയിൽ കാണുന്ന നൈട്രജൻ ബേസസ് ഏതൊക്കെയാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പറയാം. RNAയിൽ നൈട്രജൻ ബേസസ് അവിടെ 2 തരം കാണാം. പ്യൂരിൻ കാണാം, പിരിമിഡിൻ കാണാം. അപ്പോൾ RNAയിലെ പ്യൂരിൻ ബേസസ് അഡിനിനും ഗുവാനിനുമാണ്, നേരത്തെ പറഞ്ഞു. ഇനി ഇവിടുത്തെ പിരിമിഡിൻ ബേസസ് എന്ന് പറയുന്നത് സൈറ്റോസിനും യുറാസിലുമായിരിക്കും. തൈമിൻ എന്ന് പറയുന്നത് ഇവിടെ ആബ്സെൻ്റ് ആയിരിക്കും. തൈമിൻ DNAയിൽ മാത്രമാണ് കാണുക. അപ്പോൾ ഇതാണ് നൈട്രജൻ ബേസസ്. ഇനി നമ്മൾ പറഞ്ഞു RNA സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ബേസ് സ്പെയറിംഗ് ഇല്ലാതെ ഇരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. എന്നാൽ എപ്പോഴെങ്കിലും പ്രത്യേകതര ഫോൾഡിങ്ങിൻ്റെ സഹായത്താൽ ഈ RNA മോളിക്യൂളിലെ കോംപ്ലിമെൻ്ററി നൈട്രജൻ ബേസസ് അടുത്തടുത്ത് വരികയാണെങ്കിൽ അവ തമ്മിൽ വേണമെങ്കിൽ പെയർ ചെയ്യാം. ആ ചില ഭാഗങ്ങൾ മാത്രമേ ആ പെയറിങ് കാണത്തുള്ളൂ. ആ ഒരു പെയറിങ് വന്നു കഴിഞ്ഞാൽ അഡിനിൻ പെയർ ചെയ്യുക യുറാസിലുമായിട്ടായിരിക്കും, ഡബിൾ ബോണ്ട് വഴി. സൈറ്റോസിൻ പെയർ ചെയ്യുക ഗുവാനുമായിട്ടായിരിക്കും. 3 ഹൈഡ്രജൻ ബോണ്ട് അവിടെ ഫോം ചെയ്യും. ഇതാണ് അങ്ങനെ പെയറിങ്ങിൽ സംഭവിക്കുക. ഇനി ഈ പെയറിങ്ങിനെ സംബന്ധിച്ചൊരു റൂള് നമ്മൾ പഠിക്കും, ചാർഗാവ്സ് റൂൾ. അപ്പോൾ ബേസ് പെയറിങ്ങിനെ കുറിച്ചുള്ള റൂളാണ് ചാർഗാവ്സ് റൂൾ. പക്ഷേ ഈ ചാർഗാഫ് റൂൾ RNAയ്ക്ക് ബാധകമല്ല. കാരണം RNAയിൽ റെഗുലർ ബേസ് പെയറിംഗ് ഇല്ല. റെഗുലർ ബേസ് പെയറിംഗ് ഡബിൾ സ്റ്റാൻഡേർഡ് കാണുകയും റെഗുലർ ബേസ് പെയറിംഗ് കാണുന്ന DNAയിലായതുകൊണ്ട് ചാർഗാഫ് റൂൾ DNAയ്ക്ക് ആപ്ലിക്കബിളാണ്, RNAയ്ക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് RNAയുടെ ബിൽഡിംഗ് ബ്ലോക്ക് നമുക്കറിയാം. ന്യൂക്ലിക് ആസിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് ന്യൂക്ലിയോടൈഡുകളാണ്. അപ്പോൾ RNA ആകുമ്പോൾ റൈബോ ന്യൂക്ലിയോസൈഡുകളും പിന്നെ റൈബോ ന്യൂക്ലിയോടൈഡുകളും ഉണ്ടായിരിക്കും. ഈ റൈബോ ന്യൂക്ലിയോസൈഡ്സിൻ്റെ പ്രത്യേകത, റൈബോ ന്യൂക്ലിയോസൈഡ്സ് ഇവിടുത്തെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഒന്നാമത്തെ അഡിനോസിനാണ് കൊടുത്തിരിക്കുന്നത്. എന്താ പ്രത്യേകത? അവിടെ ഇപ്പോൾ റൈബോ ന്യൂക്ലിയോസൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് റൈബോസ് ഷുഗർ കാണും. റൈബോസ് ഷുഗറിനോടൊപ്പം ഒരു നൈട്രജൻ ബേസും കാണും. ഇവിടെ റൈബോ ഷുഗർ കാണിച്ചിരിക്കുന്നു. അതിനോടൊപ്പം കാണുന്ന നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് അഡിനിനാണ്. അപ്പോൾ അഡിൻ നൈട്രജൻ ബേസായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിനെ അഡിനോസിൻ എന്ന് പറയും. അഡിനോസിൻ. ഇനി അതുപോലെ നൈട്രജൻ ബേസ് യുറാസിലാണെങ്കിൽ നമ്മളതിനെ യൂറിഡിൻ എന്നാണ് വിളിക്കുക. യൂറിഡിൻ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന 2 റൈബോ ന്യൂക്ലിയോസൈഡുകളുടെ ചിത്രമാണ്. ടെക്സ്റ്റിൽ അതേ ചിത്രമാണ്, നമുക്ക് ശ്രദ്ധിച്ചോളുക അത്. ഇനി ഈ അഡിനിന് പകരം ഇവിടെ ഗുവാനിനാണ് വന്നെങ്കിൽ നമ്മളിതിനെ ഗുവാനോസിൻ എന്ന് പറയും. അതുപോലെ യുറാസിലിന് പകരം സൈറ്റോസിൻ ആണെങ്കിൽ നമ്മളിതിനെ സൈറ്റിഡിൻ എന്നാണ് വിളിക്കുക. അപ്പോൾ 4 റൈബോ ന്യൂക്ലിയോസൈഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡിനോസിൻ, ഗുവാനോസിൻ, യൂറിഡിൻ ആൻഡ് സൈറ്റിഡിൻ. അതുപോലെ റൈബോ ന്യൂക്ലിയോടൈഡുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം റൈബോസ് ഷുഗർ കാണാം. റൈബോസ് ഷുഗറിനോടൊപ്പം നൈട്രജൻ ബേസ് കാണും. നൈട്രജൻ ബേസിനോടൊപ്പം ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കാണും. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിനകത്താണെങ്കിൽ റൈബോ ഷുഗർ കൊടുത്തിട്ടുണ്ട്, അഡിനിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് വന്നിട്ടുണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നിട്ട് ഈ 3 ഘടകങ്ങൾ ഈ ചിത്രത്തിൽ വിടാം. ഇതിൻ്റെ പേര് അഡിനിലിക് ആസിഡ് എന്നാണ്.
അഡിനൈലിക് ആസിഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാം ഇവിടെ അപ്പം ഈ ഷുഗറും അഡിനും കൂടെ ചേരുമ്പോൾ അഡിനോസിനപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നപ്പോൾ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് എന്നും നമുക്കിങ്ങനെ പറയാം. അപ്പോൾ ഇത്രയും അഡിനോസിനാണ് അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നപ്പോൾ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അഥവാ AMP എന്ന് പറയാം. അതുപോലെ ഇത് ഗുവാനിനാണെങ്കിൽ നമ്മളിതിനെ ഗുവാനിലിക് ആസിഡ് എന്ന് പറയും. ഗുവാനിലിക് ആസിഡ് അല്ലെങ്കിൽ നമുക്കതിനെ ഗുവാനോസിൻ മോണോഫോസ്ഫേറ്റ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ സൈറ്റിഡൈലിക് ആസിഡ്, യൂറിഡൈലിക് ആസിഡ് അല്ലെങ്കിൽ CMP UMP എന്നും നമുക്ക് പറയാം. യൂറിഡൈൻ മോണോഫോസ്ഫേറ്റ്, സൈറ്റിഡൈൻ മോണോഫോസ്ഫേറ്റ്. ഇനി നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ഇവിടെ AMP അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, ഈ അഡിനോസിനോടൊപ്പം 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയും അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കും. ATP മോളിക്യൂൾ. ഇതാണ് നമ്മൾ എനർജി കറൻസി ആയിട്ട് പറയുന്ന ATP എന്ന് പറയുന്ന ഒരു റൈബോ ന്യൂക്ലിയോറ്റൈഡാണ്. ഇവിടുത്തെ പ്രത്യേകത അഡിനോസിനോടൊപ്പം 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പുണ്ട്. അതുപോലെ GTP മറ്റൊരു എനർജി സോഴ്സാണ്. GTP നമുക്കറിയാം, അനിമൽ സെല്ല് റെസ്പിറേഷനിലെ ക്രബ് സൈക്കിൾ നടക്കുമ്പോൾ GTP ഫോം ചെയ്യുന്നുണ്ട്. അവിടെ എന്താ പ്രത്യേകത? ഈ GTP ആണ് പ്രോട്ടീൻ സിന്തസിസ്, DNA റെപ്ലിക്കേഷൻ തുടങ്ങിയ പ്രോസസ്സുകൾക്കുള്ള എനർജി സോഴ്സ് GTP ആണ്. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരുപാട് സ്ട്രക്ചർ ഓഫ് RNA, ഒരു RNAയുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് കോമൺ ആയിട്ടൊരു പോളിന്യൂക്ലിയോറ്റൈഡിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു പോളിന്യൂക്ലിയോറ്റൈഡ് ആകുമ്പോഴത്തേക്ക് അതിന് പൊളാരിറ്റി കാണും, 2 എൻഡുകൾ കാണും. ഇതാ 3' ഹൈഡ്രോക്സിൽ എൻഡ്. 3' ഹൈഡ്രോക്സിൽ നിന്ന് 3rd കാർബൺ, 1ാമത്തെ കാർബൺ ഇവിടെ, 2ാമത്തെ കാർബൺ ഇവിടെ, 3rd കാർബൺ, 4th കാർബൺ, 5th കാർബൺ. അപ്പോൾ 3rd കാർബൺ ഉള്ള ആ എൻഡ് ഇവിടെ ഫ്രീ ആണ്, ഹൈഡ്രോക്സിൽ ഫ്രീ എൻഡാണ്. നമ്മളതിനെ 3' എൻഡ് എന്ന് വിളിക്കും. അതുപോലെ ഇവിടെ 5', 5th കാർബൺ ഉള്ള അവിടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അപ്പോൾ ഇത് നമ്മൾ 5' ഫോസ്ഫൈറൽ എൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് 5' എൻഡാണ്. അപ്പോൾ ഒരു പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിന് ഒരു 5' എൻഡും കാണും, ഒരു 3' എൻഡും കാണും, പൊളാരിറ്റി ഉള്ളതാണ്. ഇനി ഇവിടെ 2ാമത്തെ കാർബണിൽ H, ഞാനിവിടെ ഹൈഡ്രജൻ മാർക്ക് ചെയ്ത് 2ാമത്തെ കാർബണിൽ H ആണെന്ന് സങ്കല്പിക്കുക. H ആണെങ്കിൽ ഇപ്പോൾ ഈ കാണുന്നത് ഒരു DNA മോളിക്യൂളിൻ്റെ ഒരു സിംഗിൾ ചെയിനായിരിക്കും. സിംഗിൾ സ്റ്റാൻഡായിട്ട് കാണുന്ന ഒരു DNA ആണ് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. കാരണം എന്താണ്, ഇവിടെ 2' H ഉള്ളൂ. അപ്പോൾ ഇത് ഡിയോക്സി റൈബോ ഷുഗറാണ്. മാത്രം നൈട്രജൻ ബേസിസ് നോക്കൂ, അഡിനോസിൻ, തൈമിൻ, ഗുവാനിൻ ആൻഡ് സൈറ്റോസിൻ, ATGC ആണ്. അപ്പോൾ ഇതൊരു DNAയുടെ സ്റ്റാൻഡാണെന്ന് പറയാം. ഇതിനെ നമുക്ക് വേണമെങ്കിൽ RNAയുടെ സ്റ്റാൻഡാക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി, ഈ 2' നമ്മൾ OH ഗ്രൂപ്പ് ആക്കുക, 2' OH ഗ്രൂപ്പ് ആക്കുക. ഇവിടെ തൈമിൻ അവിടെ RNAയിൽ കാണില്ല, അതിന് പകരം യുറാസിലായിരിക്കും U. അപ്പോൾ അവിടെ U ആയിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു RNAയുടെ സ്ട്രക്ചറായി മാറി. അപ്പോൾ ഒരു RNAയുടെ സ്ട്രക്ചർ നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം ഫങ്ഷൻസ് ഓഫ് RNA ആണ്. RNAയുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നാണ്. RNAക്ക് 4 ഫങ്ഷൻസാണ് പ്രധാനമായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ ഫങ്ഷൻസ് നോക്കാം. ഒന്നാമത്തത്, അവ സ്ട്രക്ചറൽ കമ്പോണൻ്റായി മാറാം, അല്ലെങ്കിൽ അവ മെസ്സഞ്ചർ ആകാം, അല്ലെങ്കിൽ അഡാപ്റ്റർ മോളിക്യൂളായി പ്രവർത്തിക്കാം, അല്ലെങ്കിൽ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ഉള്ളതായി മാറാം. 4 ഫങ്ഷൻസാണ്. അപ്പോൾ ഏതെങ്കിലും സെല്ലിൻ്റെ കമ്പോണൻറ്റിൻ്റെ സ്ട്രക്ചറൽ ഭാഗമായി മാറാം, സ്ട്രക്ചറൽ യൂണിറ്റായി മാറാം. ഫോർ എക്സാമ്പിൾ റൈബോസോമിൻ്റെ സ്ട്രക്ചറൽ യൂണിറ്റാണ് ആ റൈബോസോമൽ RNA ഓർ rRNA എന്ന് പറയുന്നത്. അതുപോലെ മെസ്സഞ്ചറായിട്ട് പ്രവർത്തിക്കുന്ന RNA നമ്മൾ മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA എന്ന് പറയും. അഡാപ്റ്റർ മോളിക്യൂളായിട്ട് പ്രവർത്തിക്കുന്ന ആളിനെ ട്രാൻസ്ഫർ RNA അല്ലെങ്കിൽ tRNA എന്ന് പറയും. കാറ്റലറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന RNA നമ്മൾ പറയുന്ന പേര് റൈബോസൈം എന്നാണ്, റൈബോസൈം. ഇനി നമുക്കിത് ഓരോന്നിനെയും കുറിച്ച് വിശദമായിട്ട് നോക്കാം. ആദ്യം റൈബോസോമൽ RNA നമ്മൾ പറഞ്ഞു, ഇറ്റ് ഈസ് എ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് റൈബോസോം. റൈബോസോമിൻ്റെ സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് ഈ rRNA, റൈബോസോമൽ rRNA. ഒരു സെല്ലിലെ ടോട്ടൽ RNAയുടെ 70 to 80% rRNA ആയിരിക്കും.
ഒരു സെല്ല് നിങ്ങൾ പരിശോധിച്ചാൽ അതിൽ കാണുന്ന ടോട്ടൽ RNAയുടെ സെൻറ്റർ. അപ്പം ഒരു സെല്ല് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന RNA ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം rRNA ആണെന്ന് പറയാൻ പറ്റും. ഈ rRNA ചില പ്രോട്ടീനുകളുമായിട്ട് കൂടിച്ചേർന്നാണ് ഒരു റൈബോസോമായിട്ട് മാറുന്നത്. ഇനി അടുത്ത മെസ്സഞ്ചർ RNA. മെസ്സഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് നിന്ന് മെസ്സേജ് വേറെ സ്ഥലത്ത് എത്തിക്കുന്നയാൾ. അപ്പോൾ DNA-യിൽ കാണുന്ന മെസ്സേജ് പ്രോട്ടീനിൽ എത്തിക്കുന്നയാളാണ്. അങ്ങനെ എത്തിക്കുന്നയാളിനെയാണ് നമ്മൾ മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA എന്ന് പറയുക. അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത്? DNA-യിലെ മെസ്സേജ് mRNA-യിലേക്ക് എടുത്തെഴുതുന്നു. ആ എടുത്തെഴുതുന്ന നമ്മൾ പറയുന്ന പേര് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ്. ട്രാൻസ്ക്രിപ്ഷൻ. അപ്പം DNA-യിൽ നിന്ന് mRNA ഉണ്ടാകുന്ന പ്രോസസ്സിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയും. ഈ mRNA-യിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാകുന്നതിന് നമ്മൾ വിളിക്കുന്ന പേര് ട്രാൻസ്ലേഷൻ എന്നാണ്. ട്രാൻസ്ലേഷൻ. ഈ ട്രാൻസ്ലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് mRNA-യിൽ കാണുന്ന മെസ്സേജിനനുസരിച്ച് അമിനോ ആസിഡിനെ പ്രോട്ടീനിന് സപ്ലൈ ചെയ്യുന്ന, പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി സപ്ലൈ ചെയ്യുന്ന അഡാപ്റ്റർ മോളിക്യൂൾസിനെയാണ് നമ്മൾ tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്ന് പറയുക. ഇനി മെസ്സഞ്ചർ RNA ആണെങ്കിൽ ഏറ്റവും കുറവ്, ഒരു സെല്ലിൽ ഏറ്റവും കുറവ് കാണുന്നതാണ് മെസ്സഞ്ചർ RNA. 2 to 5% മാത്രമായിരിക്കും മെസ്സഞ്ചർ RNA കോമ്പോസിഷൻ. ഇനി അപ്പോൾ ഈ tRNA പറ്റി നമുക്ക് നോക്കാം. ട്രാൻസ്ഫർ RNA, tRNA നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. mRNA മെസ്സേജ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നയാളാണ് tRNA എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഈ ഒരു tRNA നമുക്ക് ഒരു സെല്ലിൽ 15%ഓളം നമുക്ക് tRNA കാണാം. അപ്പം RNAയുടെ കോമ്പോസിഷനിൽ രണ്ടാം സ്ഥാനം എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫർ RNAയ്ക്ക് ആയിരിക്കും. ഇനി tRNA തന്നെ നമുക്ക് ടു ഡയമെൻഷണൽ വ്യൂവിൽ tRNA നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനൊരു ക്ലോവർ ലീഫ് മോഡലായിരിക്കും. ഇത് 3 ഡയമെൻഷനിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു ഇൻവെർട്ടഡ് L ഷേപ്പിലായിരിക്കും കാണുക. ഇൻവെർട്ടഡ് L ഷേപ്പ്. ഇങ്ങനെ ഇൻവെർട്ടഡ് L ഷേപ്പിലായിരിക്കും tRNA 3 ഡയമെൻഷനിൽ കാണുക. അപ്പോൾ ഒരു ക്ലോവർ ലീഫ് മോഡൽ ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ക്ലോവർ ലീഫ് മോഡൽ ഇതാണ് ഒരു ക്ലോവർ ലീഫ് മോഡലിൻ്റെ ഒരു ഏകദേശ രൂപം. അപ്പോൾ ഇത് സിംഗിൾ സ്റ്റാൻഡാണ്. 3' തുടങ്ങി ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ വളഞ്ഞു വന്ന് 5' അവസാനിക്കുന്ന ഒരു സിംഗിൾ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പക്ഷെ അതൊരു പ്രത്യേക രൂപം, ക്ലോവർ ലീഫിൻ്റെ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ കാരണം ചില ഭാഗങ്ങളിൽ അവയുടെ കോംപ്ലിമെൻ്ററി നൈട്രോജൻ ബേസസ് അടുത്തടുത്ത് വരുന്നു, അവ പെയർ ചെയ്യും. അപ്പോൾ ചില പെയർ ചെയ്ത ഭാഗങ്ങൾ കാണാം. ഇതൊക്കെ ഈ വരച്ചിരിക്കുന്നെല്ലാം പെയർ ചെയ്ത ഭാഗങ്ങളാണ്. ഇനി പെയർ ചെയ്യാൻ കോംപ്ലിമെൻ്ററി നൈട്രോജൻ ബേസ് ഇല്ലാതെ പെയറിങ് നടക്കാത്ത ഭാഗങ്ങൾ ഒരു ലൂപ്പ് പോലെ ആയിരിക്കും അവിടെ കാണുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ 3 പ്രധാനപ്പെട്ട ലൂപ്പുകളാണ്. നമ്മളിതിനെ T4C ലൂപ്പ് എന്ന് പറയും. ഇതിനെ DHU ലൂപ്പ് എന്ന് വിളിക്കും. ഇത് നമ്മൾ ആൻറ്റി കോഡോൺ ലൂപ്പ് എന്നാണ് നമ്മൾ ഇതിനെ പറയുക. ആൻറ്റി കോഡോൺ ലൂപ്പ്. ഇവിടെ ഒരു എക്സ്ട്രാ ആം നമുക്ക് കാണാം. ഇനി ഈ 3' ഈ എൻഡിലാണ് സ്യൂട്ടബിൾ അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്യുന്നത് 3' റീജിയനിലായിരിക്കും. അപ്പോൾ അത് നമ്മൾ അമിനോ ആസിഡ് എൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഈ T4Cയിലായിരിക്കും റൈബോസോം അറ്റാച്ച് ചെയ്യുക. ഇനി ആൻറ്റികോഡോൺ ലൂപ്പിലാണ് ആൻറ്റികോഡോൺസ് കാണുക. ഈ ആൻറ്റികോഡോണാണ് mRNA-യിൽ കാണുന്ന കോഡോണുകളെ റീഡ് ചെയ്യുന്നത്. ഈ ആൻറ്റികോഡോൺ ആയിരിക്കും. ഇനി DHUവിലാണ് ഈ അമിനോ ആസിഡ് അറ്റാച്ച് ചെയ്യാൻ ആവശ്യമുള്ള എൻസൈം അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ എന്ന് പറഞ്ഞാൽ DHU ലൂപ്പാണ്. DHU ലൂപ്പ്. ഇതാണ് ഒരു ട്രാൻസ്ഫർ RNAയുടെ സ്ട്രക്ചർ. നമ്മളിനി പ്രോട്ടീൻ സിന്തസിസ് വരുമ്പോൾ വീണ്ടും ഇതിനെക്കുറിച്ച് പഠിക്കുന്നതായിരിക്കും. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് കാറ്റലറ്റിക് ഫംഗ്ഷൻ, 4ാമത്തെ ഫംഗ്ഷൻ കാറ്റലറ്റിക് RNA നമ്മൾ പറയും റൈബോസൈം എന്ന് പറയും. ഇനി കെമിക്കൽ റിയാക്ഷൻ, ഈ ബയോളജിക്കൽ റിയാക്ഷനിൽ ഈ കാറ്റലറ്റിക് RNA മോളിക്യൂൾ ഒരു പ്രോട്ടീൻ എൻസൈമുകളെ പോലെ തന്നെ പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ RNA കാറ്റലറ്റിക് ആക്ടിവിറ്റി ചെയ്യുന്ന റിയാക്ഷൻസ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും DNA റെപ്ലിക്കേഷൻ, പ്രോട്ടീൻ സിന്തസിസ്, RNA സ്പ്ലൈസിങ്. ഇവയിലെല്ലാം ഈ കാറ്റലറ്റിക് RNAയുടെ ആക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ പ്രോസസ്സൊക്കെ നിങ്ങൾ അവൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. നമ്മളിതിനെക്കുറിച്ചെല്ലാം ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇനി നമുക്കറിയാം റൈബോസം ഉണ്ടാക്കിയിരിക്കുന്നത് rRNA കൊണ്ടാണ്. ഒരു റൈബോസം തന്നെ വേണമെങ്കിൽ ഒരു കാറ്റലറ്റിക് യൂണിറ്റായിട്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാം. ഇനി വാട്ട് ഈസ് ദ ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ? ആദ്യത്തെ ജനറ്റിക് മെറ്റീരിയൽ ഏതാണ് എന്നൊരു ചോദ്യം നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ ചോദിക്കുന്നു. ഇതിൻ്റെ ഉത്തരം തരുന്നത് എവല്യൂഷനിൽ നിന്നാണ്.
എവല്യൂഷനിൽ നിന്നാണ് നമ്മളിതിൻ്റെ ഉത്തരം കണ്ടെത്തേണ്ടത്. ക്ലിയറായിട്ട് പറഞ്ഞാൽ കെമിക്കൽ എവല്യൂഷൻ. അപ്പോൾ ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ലൈഫ് ഫോംസ് ഒറിജിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നൊക്കെയുള്ള ചോദിക്കുമ്പോൾ അതിന് ആൻസർ കൊടുക്കുന്നതാണ് കെമിക്കൽ എവല്യൂഷൻ. കെമിക്കൽ എവല്യൂഷനിൽ 3 ബില്യൺ ഇയേഴ്സ് എഗോ ഇവിടെ ഡെവലപ്പ് ചെയ്തത് നോൺ സെല്ലുലാർ എൻറ്റിറ്റീസ് ഡെവലപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഈ നോൺ സെല്ലുലാർ എൻറ്റിറ്റിയിൽ തന്നെ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ഈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ മാക്രോ അല്ലെങ്കിൽ ജയൻറ്റ് മോളിക്യൂൾസ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ചില ജയൻറ്റ് മോളിക്യൂൾസ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു ആ ജയൻറ്റ് മോളിക്യൂൾസ്? RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ്സ്. അപ്പം ഈ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് എൻറ്റിറ്റിക്കകത്തുണ്ടായിരുന്ന ജയൻറ്റ് മോളിക്യൂൾ, സ്വന്തമായിട്ട് മെറ്റബോളിസം നടത്തിക്കൊണ്ടിരുന്ന ജയൻറ്റ് മോളിക്യൂൾസ് RNAയും പ്രോട്ടീനും പോളിസാക്കറൈഡും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, DNA എന്ന് പറയുന്ന സാധനത്തെപ്പറ്റി ഇവിടെ യാതൊരു മെൻഷനിങ്ങും ഇല്ല. ഈ നോൺ സെല്ലുലാർ എൻറ്റിറ്റിക്ക് ശേഷം ധാരാളം വർഷങ്ങൾക്ക് ശേഷമാണ് റിയൽ ആയിട്ടുള്ള സെല്ലുലാർ ഫോംസ് ഇവോൾവ് ചെയ്യുന്നത്. ഇതിനും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവോൾവ് ചെയ്യുന്നത്. അപ്പം സെല്ലുലാർ ഫോംസ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഏർലിയറായിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്ന ന്യൂക്ലിക് ആസിഡാണ് RNA. അപ്പോൾ പ്രോബബിളി RNA ആയിരിക്കാം ഫസ്റ്റ് ജനറ്റിക് മെറ്റീരിയൽ. അതിന് തെളിവായിട്ട് നമുക്കറിയാം ചില വൈറസുകൾ, ടൊബാക്കോ മൊസൈക്ക് വൈറസ്, QB ബാക്ടീരിയോഫേജ്, ഇവയിലെല്ലാം ജനറ്റിക് മെറ്റീരിയൽ RNA ആണ്. അപ്പോൾ നമ്മളിവയെ ഇനി നമ്മൾ കൺസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ നമുക്കറിയാം DNA-ക്ക് മുമ്പേ, DNA-ക്ക് ഏർലിയറായിട്ട് RNA ഉണ്ടായിരുന്നു. ഈ RNA എവല്യൂഷൻ, ലൈഫ് എവോൾവ് വളരെ മുമ്പേ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവിടെ ഈ RNA ഡോമിനേറ്റ് ചെയ്ത ഒരു കാലയളവ് ഉണ്ടായിരുന്നു. ആ DNA-ക്ക് മുമ്പ് RNA ഡോമിനേറ്റ് ചെയ്യുന്ന ആ കാലയളവിനെയാണ് നമ്മൾ RNA വേൾഡ് എന്ന് പറയുക. RNA ഡോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? RNAയുടെ എൻസൈമാറ്റിക് ആക്ടിവിറ്റി കൊണ്ടാണ് RNA ഡോമിനേറ്റ് ചെയ്തിരുന്നത്. ഈ എൻസൈമാറ്റിക് ആക്ടിവിറ്റി വരാനുള്ള കാരണം എന്താ? 2' പൊസിഷനിലുള്ള OH ഗ്രൂപ്പ്. ഈ OH ഗ്രൂപ്പിൻ്റെ സഹായത്താൽ RNA മോളിക്യൂൾ ഹൈലി റിയാക്റ്റീവായി മാറി. അവ സ്പ്ലൈസിങ്ങിലും പിന്നെ മെറ്റബോളിക് ആക്ടിവിറ്റികളിലും പിന്നെ പ്രോട്ടീൻ സിന്തസിസിലൊക്കെ അവയുടെ റോള് ക്ലിയറായിട്ട് ചെയ്തു. അങ്ങനെ ഹൈലി ആക്റ്റീവായിട്ട് ഡോമിനേറ്റ് ചെയ്ത RNA ഉണ്ടായിരുന്നു. ആ കലകൾ നമ്മൾ RNA വേൾഡ് എന്ന് പറയും. അതിനുശേഷം ഈ RNAയിൽ നിന്നും എവല്യൂഷൻ വഴിയാണ് DNA. കാരണം ഒരു ജനറ്റിക് മെറ്റീരിയൽ ഹൈലി റിയാക്റ്റീവ് ആകാൻ പാടില്ല. ജനറ്റിക് മെറ്റീരിയൽ സ്റ്റേബിൾ ആയിരിക്കണം, ലെസ് റിയാക്റ്റീവ് ആയിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റേബിൾ എന്നുള്ള രീതിക്കാണ് പിന്നീട് DNA ഇവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. DNA-യെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. ഇനി ഇവിടെ നമുക്ക് RNA പറ്റി കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ നൈട്രോജനസ് ബേസ് ഒൺലി സീൻ ഇൻ RNA. ഒൺലി എന്നുള്ള വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം നെയിം ദ നൈട്രോജനസ് ബേസ് ഒൺലി സീൻ ഇൻ RNA. അഡിനിൻ DNA-യിലും RNA-യിലും കാണാം. ഗുവാനിൻ DNA-യിലും RNA-യിലും കാണാം. തൈമിൻ DNA-യിൽ മാത്രമേ കാണുന്നുള്ളൂ, RNA-യിലില്ല. യുറാസിലാണെങ്കിൽ RNA-യിൽ മാത്രം കാണുന്നു, DNA-യിൽ കാണുന്നില്ല. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. യുറാസിൽ ഇസ് ദി ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് നോട്ട് എ റൈബോന്യൂക്ലിയോടൈഡ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കുണ്ട്, നോട്ട് എന്നുള്ളൊരു വാക്ക് അവിടെ ഉണ്ട്, നോട്ടുണ്ട്. അപ്പോൾ വിച്ച് വൺ ഈസ് നോട്ട് എ റൈബോന്യൂക്ലിയോടൈഡ് അല്ലാത്തത് എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ നോക്കാം. അഡിനോസിൻ മോണോഫോസ്ഫേറ്റ് അഥവാ AMP. അഡിനോസിൻ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂക്ലിയോസൈഡായ അതിനോടൊപ്പം ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ വന്നപ്പോൾ അഡിനോസിൻ മോണോഫോസ്ഫേറ്റ്, അത് ട്രൂ ആണ്, അത് റൈബോന്യൂക്ലിയോടൈഡ് ആണ്. അഡിനിലിക് ആസിഡ് AMPയുടെ മറ്റൊരു പേരാണ് അഡിനിലിക് ആസിഡ്. അപ്പോൾ അതും റൈബോന്യൂക്ലിയോടൈഡ് ആണ്. അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്, ഇവിടെയും അഡിനോസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോസൈഡിനോടൊപ്പം 3 ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് വന്നു, ATP. അപ്പോൾ ആദ്യത്തെ 3 ഓപ്ഷനും എന്താണ്? റൈബോന്യൂക്ലിയോടൈഡ് തന്നെയാണ്. അഡിനോസിൻ എന്ന് പറയുന്നത്
ന്യൂക്ലിയോ സൈഡാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്, അഡിനോസിൻ. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ RNA പ്രസൻറ്റ് ഇൻ മോസ്റ്റ് അബണ്ടൻ്റ് ക്വാണ്ടിറ്റി ഇൻ എ സെൽ. ഒരു സെല്ലിനകത്ത് മോസ്റ്റ് അബണ്ടൻ്റ് ക്വാണ്ടിറ്റി ഇതാണ് ശ്രദ്ധിക്കുന്നത്, മോസ്റ്റ് അബണ്ടൻ്റ് ക്വാണ്ടിറ്റി. നോക്കാം, നമുക്കറിയാം TR നമ്മൾ പഠിച്ചോ പറഞ്ഞാണ് ഏകദേശം 15% മാത്രമാണ് TRNA ഒരു സെൽ കാണുക. mRNA ആണ് ഏറ്റവും കുറവ് കാണുന്നത്, 2 to 5% ആയിരിക്കും. ഇനി RRNA ആണെങ്കിൽ 70 to 80% കാണും. HNRNA എന്ന് പറയുന്നത് പ്രൈമറി യൂക്കാരിയോട്സിലുണ്ടാകുന്ന പ്രൈമറി mRNA ആണ്. അപ്പോൾ ഈ mRNAക്ക് തത്തുല്യമായിട്ട് തന്നെ നമുക്ക് അതും പറയേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ആൻസർ മോസ്റ്റ് അബണ്ടൻ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ RRNA 4th ഓപ്ഷനാണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോഴത്തേക്ക് അമിനോ ആസിഡ് സീക്വൻസ് ഇൻ പ്രോട്ടീൻ സിന്തസിസ് ഡിസൈഡഡ് ബൈ ദ സീക്വൻസ് ഓഫ്. അപ്പം അമിനോ ആസിഡ് സീക്വൻസ് ഇൻ ദ പ്രോട്ടീൻ സിന്തസിസ് ഇസ് ഡിസൈഡ് ബൈ ദ സീക്വൻസ് ഓഫ്. ഇപ്പോൾ ഏതിലെ സീക്വൻസ് അനുസരിച്ചാണ് പ്രോട്ടീനിൽ അമിനോ ആസിഡ് കാണുക? നമുക്കറിയാം, ഇപ്പോൾ DNA ജനറ്റിക് കോഡുള്ളതെന്ന് നമുക്കറിയാം. ജനറ്റിക് മെസ്സേജുള്ള DNA അത് mRNAയിലേക്ക് ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ mRNAയിൽ ട്രാൻസ്ക്രൈബ് ചെയ്യപ്പെട്ട ആ മെസ്സേജിനനുസരിച്ചാണ് പ്രോട്ടീനിൽ അമിനോ ആസിഡ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ മെസ്സഞ്ചറായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത് mRNA ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് mRNA ആയിരിക്കും. mRNA നമ്മുടെ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ mRNA ആണ്. അപ്പോൾ റൈബോസോമൽ RNA അല്ല, അതിൻ്റെ ഫംഗ്ഷൻ വേറെയാണ്. HNRNA ഹെട്രോജീനസ് ന്യൂക്ലിയർ RNA ഇത് mRNAയ്ക്ക് തുല്യമാണ്. അത് നമുക്ക് യൂക്കാരിയോട്സിലുണ്ടാകുന്ന പ്രൈമറി RNA ആണ്. പക്ഷേ അവിടുത്തെ സീക്വൻസ് അല്ല, അതിൽ നിന്നുണ്ടാകുന്ന സെക്കൻഡറി mRNAയിൽ നിന്നായിരിക്കും പ്രോട്ടീൻ സിന്തസിസിനുള്ള സീക്വൻസ് നിർണ്ണയിക്കപ്പെടുക. അതുകൊണ്ട് അതും ആൻസർ വരികയില്ല. സെക്കൻഡ് ഓപ്ഷൻ ഇസ് അവർ ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു RNA? RNAയ്ക്ക് ആപ്ലിക്കബിൾ അല്ലാത്തത് നോക്കാം. ഓപ്ഷൻസ്. ഒന്നാമത്തത് ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസസ്. ഹെട്രോസൈക്ലിക് നൈട്രോജിനസ് ബേസസ് എവിടെ കാണാം? RNAയിൽ കാണാം. അപ്പോൾ അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അത് നോട്ട് ട്രൂ ആണ്, അല്ലെങ്കിൽ അത് ആപ്ലിക്കബിൾ ആണ്. അവിടെ നമുക്ക് ആൻസറായിട്ട് പറയാൻ കഴിയില്ല. ഇനി 5' ഫോസ്ഫറൈൽ ആൻഡ് 3' ഹൈഡ്രോക്സിൽ എൻഡ്സ്. 5' 3' എൻഡിൻ്റെ കാര്യമാണ് പറയുന്നത്. 5' 3' എൻഡ്. 5' 3' എൻഡ് RNAയിൽ കാണാം. RNAയ്ക്ക് ആപ്ലിക്കബിൾ ആണ്. കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ്. RNA സിംഗിൾ സ്റ്റാൻഡ് ആണെന്ന് നമുക്കറിയാം. പെട്ടെന്ന് ഇത് ആൻസർ ആണെന്ന് നമുക്ക് തോന്നും, അത് ആൻസർ അല്ല. കാരണം എന്താണ്? RNAയിൽ പ്രത്യേക ഫോൾഡിങ് വഴി കോംപ്ലിമെൻ്ററി ബേസുകൾ അടുത്തടുത്ത് വരികയാണെങ്കിൽ അവിടെ എന്ത് നടക്കാം? കോംപ്ലിമെൻ്ററി ബേസ് പെയറിംഗ് നടക്കാം. എക്സാമ്പിൾ tRNA. അപ്പോൾ ഇതും നമുക്ക് RNAയിൽ ആപ്ലിക്കബിൾ ആണ്. ഇനി നോക്കുക, ചാർഗാഫ്സ് റൂൾ നമ്മൾ പറഞ്ഞതാണ്. ചാർഗാഫ്സ് റൂൾ എന്ന് പറഞ്ഞ് റെഗുലറായിട്ട് ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് കാണുന്ന ഒരു മോളിക്യൂൾ റെഗുലർ ബേസ് പെയറിംഗ് ഉണ്ടെങ്കിൽ അതിന് കാണിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ചാർഗാഫ്സ് റൂൾ. നമ്മളതിന് പഠിക്കും. ചാർഗാഫ് റൂള് RNAയ്ക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം RNA ഡബിൾ സ്റ്റാൻഡേർഡ് അല്ല, റെഗുലർ ബേസ് പെയറിംഗ് കാണിക്കുന്ന മോളിക്യൂളിൽ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മൾ പറയും ഓപ്ഷൻ 4 ചാർഗാഫ്സ് റൂൾ എന്ന് പറയും. അപ്പോൾ RNA പറ്റി ഈ കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.